ഏവർക്കും തിങ്ക് ടോണിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 8th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്ററാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്ററും നമ്മൾ ടെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് അതിൽ 5ാമത്തെ ചാപ്റ്ററുമാണ്. എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ആണ്, മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നോക്കാം നമുക്ക് എന്താണെന്ന്. എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, മൂലകങ്ങളും സംയുക്തങ്ങളും എന്താണെന്ന് നോക്കാം. നോക്കൂ, ഇവിടെ we know that all objects around us are made up of different molecules. നമുക്കറിയാം എല്ലാ ഒബ്ജക്ട്സും എന്തോന്നാണ്, ഡിഫറൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾസാൽ നിർമ്മിതമാണ്. നമുക്ക് ചുറ്റും കാണപ്പെടുന്ന വസ്തുക്കളെല്ലാം വ്യത്യസ്തമായ തന്മാത്രകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. Let us examine how each of these molecules differ with respect to their structural characteristics. അപ്പൊ ഈ തന്മാത്രകൾ ഓരോന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നും അവയുടെ ഘടനയിൽ എന്തെല്ലാം സവിശേഷതകൾ ഉണ്ടെന്നും ആണ് നമ്മൾ അങ്ങോട്ട് പഠിക്കുന്നത്. ഓക്കെ, ഇനി വാട്ട് ഡു യു നോ അബൌട്ട് മോളിക്യൂൾസ്? എന്താണ് മോളിക്യൂൾസ്? തന്മാത്രകൾ എന്താ പറഞ്ഞ എന്താണ് നമുക്ക് നോക്കാം. ദാ ഇവിടെ ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട് തന്മാത്രയ്ക്ക്. മോളിക്യൂൾസ് ആർ ദ സ്മോളസ്റ്റ് independent and stable particles that have all the fundamental properties of a pure substance. എന്താണ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ? സ്മോളസ്റ്റ്, ചെറിയ, ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, സ്വതന്ത്രമായിട്ടുള്ള, ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള, സ്ഥിരതയുള്ള, ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് എല്ലാം ഉള്ള ഏറ്റവും ചെറിയ കണികയാണ് എന്തോന്ന് പറയുന്നത്? തന്മാത്ര എന്ന് പറയുന്നത്. മോളിക്യൂൾസ് ആർ ദ സ്മോളസ്റ്റ് ഇൻഡിപെൻഡന്റ് ആൻഡ് സ്റ്റേബിൾ പാർട്ടിക്കിൾസ് ദാറ്റ് ഹാവ് ആൾ ദ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസ്. ഒരു പ്യുവർ സബ്സ്റ്റൻസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉള്ള ഏറ്റവും ചെറിയ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള, സ്റ്റേബിൾ ആയിട്ടുള്ള പദാർത്ഥമാണ് എന്തോന്ന് പറയുന്നത്? തന്മാത്ര എന്ന് പറയുന്നത്. ഒരു ശുദ്ധ പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്നതും സ്ഥിരതയുള്ളതുമായ ഏറ്റവും ചെറിയ കണികകൾക്കാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? തന്മാത്ര എന്ന് പറയുന്നത്. ഓക്കെ, മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായ? ഇത് പഠിക്കാനുള്ളതാണ്, ഇത് പഠിക്കണം. Molecules are the smallest independent and stable particles that have all the fundamental properties of a pure substance. Okay, clear ആയോ? അടുത്ത് നോക്കൊരു എക്സ്പെരിമെന്റ് ആണ്. ഡു യു നോ ദാറ്റ് ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ് ത്രൂ എ കെമിക്കൽ റിയാക്ഷൻസ്? രാസപ്രവർത്തനങ്ങളിലൂടെ പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ലെറ്റ് ഡു ആൻ എക്സ്പെരിമെന്റ്. എന്താണ്? ബേൺ എ മെഗ്നീഷ്യം റിബൺ വിത്ത് എ സ്ക്രബ്ഡ് ക്ലീൻ. എന്തോന്നാണ്? നന്നായി ഉരച്ചു വൃത്തിയാക്കിയ മെഗ്നീഷ്യം റിബൺ കത്തിക്കുക, എന്നിട്ട് നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മെഗ്നീഷ്യം റിബൺ കത്തിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നല്ല ബ്രൈറ്റ് ആയിട്ട് അത് കത്തുകയും അതിൽ ഒരു വൈറ്റ് പൗഡർ അവശേഷിക്കുകയും ചെയ്യും. ഓക്കെ, മെഗ്നീഷ്യം റിബൺ ബേൺസ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ബ്രൈറ്റ് ആയിട്ട് അത് കത്തുകയും അവസാനം അതിലൊരു വെളുത്ത പൊടി അവശേഷിക്കുകയും ചെയ്യും. വാട്ട് ഈസ് ദ വൈറ്റ് പൗഡർ ഒബ്റ്റൈൻ ആസ് എ റിസൾട്ട് ഓഫ് ദ റിയാക്ഷൻ? എന്താണ്? ഇറ്റ് ഈസ് മാഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് വെൻ മാഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഓക്സിജൻ. പ്രവർത്തന ഫലമായി ലഭിച്ച വെളുത്ത പൊടി എന്താണ്? മെഗ്നീഷ്യം ഓക്സിജനുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന മെഗ്നീഷ്യം ഓക്സൈഡാണ് ആ വെളുത്ത പൊടി എന്ന് പറയുന്നത്. ഏതാണ്? മെഗ്നീഷ്യം ഓക്സൈഡ്. അപ്പൊ മെഗ്നീഷ്യം റിബൺ കത്തിക്കുമ്പോഴത്തേക്ക് നല്ലോണം സ്ക്രബ് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്ത് കത്തിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഒരു നല്ല ബ്രൈറ്റ് ആയിട്ട് കത്തുകയും ചെയ്യും. അതോടൊപ്പം അവസാനം എന്തോന്നാണ്? ഒരു വൈറ്റ് പൗഡർ അവശേഷിക്കുകയും ചെയ്യും. ഈ വൈറ്റ് പൗഡറിന് കാരണം എന്തോന്നാണ്? ഇറ്റ് ഈസ് മെഗ്നീഷ്യം ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് വിത്ത് മെഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഓക്സിജൻ. മെഗ്നീഷ്യം ഓക്സിജനുമായി പ്രവർത്തിച്ച് എന്താണ് ഉണ്ടാവുന്നത്? അവിടെ മെഗ്നീഷ്യം ഓക്സൈഡ് ആണ് ഉണ്ടാവുന്നത്. ആ വൈറ്റ് പൊടിക്ക് കാരണം എന്തോന്നാണ്? മെഗ്നീഷ്യം ഓക്സൈഡ് ആണ് അതിന് കാരണം. മെഗ്നീഷ്യം ഓക്സൈഡ് കൊണ്ടാണ് അവിടെ എന്തോന്നാണ് ഈ വെളുത്ത പൊടി എന്ന് പറയുന്നത്? എന്താണ്? മെഗ്നീഷ്യം ഓക്സൈഡ്. അപ്പൊ മെഗ്നീഷ്യം ഓക്സിജനുമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നോക്ക് വേറൊരു എക്സാമ്പിൾ. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ ഫോർമേഷൻ ഓഫ് ന്യൂ മോളിക്യൂൾസ് വിത്ത് വെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ.
തന്മാത്രകൾ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു എന്നതിന് ഒരു ഉദാഹരണമാണിത്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ മെഗ്നീഷ്യം കത്തിക്കുമ്പോഴത്തേക്ക് മെഗ്നീഷ്യം ഓക്സിജനുമായി പ്രവർത്തിച്ച് എന്തുണ്ടാവുകയാണ് ചെയ്യുന്നത്? മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ തന്മാത്രകൾ തമ്മിൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നതിന് ഒരു ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം. ഓക്കെ, this is an example for the formation of new molecules when different types of molecules undergo chemical reactions. Similarly, let us see if we can dissociate molecules to make new molecules. അതുപോലെ തന്നെ നമുക്ക് തന്മാത്രകളെ വിഘടിപ്പിച്ച് പുതിയ തന്മാത്രകൾ ഉണ്ടാക്കാൻ കഴിയും. ഡിസോസിയേറ്റ് മോളിക്യൂൾസ്, അപ്പൊ വിഘടിച്ച് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നത്. അതിനടുത്തൊരു എക്സ്പെരിമെന്റ് ഇതാ പറഞ്ഞിരിക്കുകയാണ്. ടേക്ക് സം ഷുഗർ ഇൻ എ ഡ്രൈ ബോയിലിംഗ് ട്യൂബ്, കവർ ദ മൗത്ത് ഓഫ് ദ ബോയിലിംഗ് ട്യൂബ് വിത്ത് എ പീസ് ഓഫ് കോട്ടൺ, ഹീറ്റ് ദ ബോയിലിംഗ് ട്യൂബ് സ്ട്രോങ്ലി ഫോർ എ ഫ്യൂ മിനിറ്റ്സ്, റൈറ്റ് യുവർ ഒബ്സർവേഷൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈർപ്പരഹിതമായ ഒരു ബോയിലിംഗ് ട്യൂബിൽ അല്പം പഞ്ചസാര എടുക്കുക. ഡ്രൈ ആയിട്ടുള്ള ഒരു ബോയിലിംഗ് ട്യൂബിൽ കുറച്ച് പഞ്ചസാര എടുക്കുക. ബോയിലിംഗ് ട്യൂബിന്റെ വായ് ഭാഗം ഒരു കഷ്ണം പഞ്ഞി വെക്കുക. അതിന്റെ മുകൾ ഭാഗം ഒരു പഞ്ഞി വെച്ച് അടച്ചു വെക്കുക. ബോയിലിംഗ് ട്യൂബിനെ ഏതാനും മിനിറ്റുകൾ ശക്തിയായി ചൂടാക്കുക. കുറച്ച് സമയം അത് നല്ലോണം ചൂടാക്കുക. അപ്പൊ എന്ത് സംഭവിക്കുന്നത്? ഇവിടെ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത്? എന്താണ് നിങ്ങളുടെ നിരീക്ഷണം എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? വാട്ട് ഈസ് ദ ബ്ലാക്ക് സബ്സ്റ്റൻസ്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? എ ബ്ലാക്ക് സബ്സ്റ്റൻസസ് ലെഫ്റ്റ് ഓൺ ദ ബോയിലിംഗ് ട്യൂബ് ആൻഡ് വാട്ടർ ഡ്രോപ്പ് ഓൺ ദ സൈഡ്സ് ഓഫ് ട്യൂബ്. എന്തോന്നാണ് അവിടെ സംഭവിക്കുന്നത്? ഒബ്സർവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസസ് ആ ബോയിലിംഗ് ട്യൂബിന്റെ അവസാനം അടിയുകയും അതോടൊപ്പം തന്നെ ആ ബോയിലിംഗ് ട്യൂബിന്റെ സൈഡിൽ വാട്ടർ ഡ്രോപ്സ്, ചെറിയ വെള്ളത്തുള്ളികൾ ഉണ്ടാവുകയും ചെയ്യും. എന്താണ്? ഒരു കറുത്ത നിറമുള്ള പദാർത്ഥം ബോയിലിംഗ് ട്യൂബിനുള്ളിൽ അവശേഷിക്കുന്നു. കൂടാതെ ട്യൂബിന്റെ സൈഡുകളിൽ ജലബിന്ദുക്കളും കാണപ്പെടുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ബ്ലാക്ക് സബ്സ്റ്റൻസസ് ലെഫ്റ്റ് ഇൻ ദ ബോയിലിംഗ് ട്യൂബ്? ബോയിലിംഗ് ട്യൂബിൽ ഉണ്ടായ ആ ബ്ലാക്ക് സബ്സ്റ്റൻസ് എന്താണ്? കാർബൺ ആണ്. എന്താണ്? കാർബൺ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ സബ്സ്റ്റൻസസ് സീൻ ഓൺ ദ സൈഡ്സ് ഓഫ് ദ ബോയിലിംഗ് ട്യൂബ്? ബോയിലിംഗ് ട്യൂബിന്റെ സൈഡിൽ ഉണ്ടായിരുന്നത് എന്തോന്നായിരുന്നു? വാട്ടർ ഡ്രോപ്സ്, വാട്ടർ ആയിരുന്നു അല്ലെ? സൈഡിൽ എന്തോന്നാണ് ഉണ്ടായിരുന്നത്? വാട്ടർ, ജലത്തുള്ളികളായിരുന്നു ഉണ്ടായിരുന്നത്. മനസ്സിലായ? ഡിഡ് യു ഒബ്സർവ് ദാറ്റ് വെൻ ഷുഗർ ഈസ് ഹീറ്റഡ് കാർബൺ ആൻഡ് വാട്ടർ ആർ ഫോംഡ്? ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഷുഗറിനെ ഹീറ്റ് ചെയ്തപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടായി? കാർബണും ഉണ്ടായി, വാട്ടറും ഉണ്ടായി. എന്തൊക്കെ ഉണ്ടായി? പഞ്ചസാര ചൂടാക്കിയപ്പോൾ കാർബണും ജലവുമാണ് അവിടെ കിട്ടിയത്. അപ്പൊ എന്താണ് സംഭവിച്ചത്? ത്രൂ ദിസ് എക്സ്പെരിമെന്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഷുഗർ മോളിക്യൂൾസ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ത്രൂ കെമിക്കൽ റിയാക്ഷൻസ്. എന്താണ് മനസ്സിലായത്? പഞ്ചസാര തന്മാത്രകളെ രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിക്കാനാകുമെന്ന് ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തന്മാത്രകളെ രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ച് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പൊ പറഞ്ഞത്. എന്തോന്നാണ് ചെയ്തത്? ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് അതിന്റെ മുകൾ ഭാഗം അടച്ചു വെച്ചിട്ട് നല്ലോണം ചൂടാക്കിയപ്പോ എന്ത് സംഭവിച്ചു? അതിന്റെ അടിഭാഗത്ത് ഒരു കറുത്ത പൊടി, ഒരു കറുപ്പ് ബ്ലാക്ക് സബ്സ്റ്റൻസസ് അവശേഷിക്കുകയും അതിന്റെ സൈഡുകളിൽ വെള്ളത്തുള്ളികൾ ഉണ്ടാവുകയും ചെയ്തു അല്ലെ? അപ്പൊ ഈ എക്സ്പെരിമെന്റിന്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടായത്? ഷുഗറിനെ ഹീറ്റ് ചെയ്തപ്പോഴത്തേക്ക് കാർബണും വാട്ടറും ഫോം ചെയ്തു. അപ്പൊ ഷുഗർ വിഘടിച്ചാണ് കാർബണും ജലവുമായിട്ട് മാറിയത്. ഓക്കെ, മനസ്സിലായോ? രണ്ട് എക്സ്പെരിമെന്റ് മനസ്സിലായ? അടുത്ത് വേറൊരു എക്സ്പെരിമെന്റ് ആണ്. Let's do another experiment. Take some dilute hydrochloric acid in a test tube and add a small pieces of magnesium to it. Introduce a burning instant stick to the mouth of the test tube. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം മെഗ്നീഷ്യം ഇടുക. നമ്മൾ ഇത് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു എക്സ്പെരിമെന്റ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് അതിലേക്ക് ഒരു കഷ്ണം മെഗ്നീഷ്യം ഇടുക. എന്നിട്ട് ടെസ്റ്റ് ട്യൂബിന്റെ ബാഹ്യഭാഗം കത്തുന്ന ഒരു ചന്ദനത്തിരി കാണിക്കുക. എന്ത് സംഭവിക്കും? എന്നിട്ട് ഒബ്സർവേഷൻ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഉണ്ടാകുന്നത്? ദ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട് ആൻഡ് വാട്ടർ ഡ്രോപ്സ് ആർ ഫോംഡ്. എന്താണ് അവിടെ ഉണ്ടാകുന്നത്? ഒരു പോപ്പ് സൗണ്ട്, പോപ്പ് എന്നൊരു സൗണ്ടോട് കൂടി എന്തോന്ന് അത് ഒരു ഇത് കത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ട് അതിന്റെ
ഉള്ളിലേക്ക് എന്തോന്നാണ് ഒരു കഷ്ണം മെഗ്നീഷ്യം ഇടുക. എന്നിട്ട് ആ ടെസ്റ്റ് ട്യൂബിന്റെ വായ്ഭാഗത്ത് ഒരു ഇൻസെൻസ് സ്റ്റിക്ക്, ഒരു ചന്ദനത്തിരി കാണിക്കുമ്പോഴത്തേക്ക് അതെന്തോന്ന് സംഭവിക്കുന്നു, ഒരു പോപ്പ് സൗണ്ടോട് കൂടി കത്തുകയും ആ ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിൽ വാട്ടർ ഡ്രോപ്സ് ഉണ്ടാകുകയും ചെയ്യുന്നത് അല്ലെ. പോപ്പ് സൗണ്ടോടെ കത്തണമെങ്കിൽ അതെന്തായിരിക്കാം, അവിടെ ഉണ്ടാകുന്ന വാതകം എന്തായിരിക്കും, ഗ്യാസ് എന്തായിരിക്കും, ഹൈഡ്രജൻ ആയിരിക്കും. നമുക്കറിയാം ആസിഡ് മെറ്റലുമായിട്ട് പ്രവർത്തിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്, ഹൈഡ്രജൻ ആണ്. ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ എന്നുള്ള വാതകം ഗ്യാസ് ഫോം ചെയ്യുന്നു. വാട്ട് ഈസ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് റിയാക്ഷൻ? റിയാക്ഷന്റെ ഫലമായി ഉണ്ടാകുന്ന റിസൾട്ട് എന്താണ്, ഹൈഡ്രജൻ. ഏത് ഗ്യാസ് ആണ്, ഹൈഡ്രജൻ. ഓക്കെ, പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതാണ്, ഹൈഡ്രജനാണ്. ക്ലിയർ ആയോ? എന്താണ് പറഞ്ഞത്, ഒരു ടെസ്റ്റ് ട്യൂബിൽ ഡൈലൂട്ട് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഒരു കഷ്ണം മെഗ്നീഷ്യം ഇടുക, എന്നിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് അപ്പൊ എന്താ സംഭവിക്കും, ഈ ഹൈഡ്രോക്ലോറിക് ആസിഡും മെഗ്നീഷ്യവും തമ്മിൽ റിയാക്ട് ചെയ്യും. എന്നിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് ഒരു ചന്ദനത്തിരി കത്തിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, പോപ്പ് എന്നുള്ള സൗണ്ടോട് കൂടി അത് കത്തും. കാര്യം എന്താണെന്നാണ്, ഈ പോപ്പ് സൗണ്ട് ഉണ്ടാകുന്നത് അത് ആരായിരിക്കും, ഹൈഡ്രജൻ എന്ന ഗ്യാസ് ആയിരിക്കും, ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. പിന്നെ അത് എന്താണ് ഫോം ചെയ്യുന്നത്, ഹൈഡ്രജൻ ഗ്യാസും അതോടൊപ്പം വാട്ടറും ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, മെഗ്നീഷ്യം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ് മെഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് ഹൈഡ്രജൻ. അപ്പം മെഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്, മെഗ്നീഷ്യം ക്ലോറൈഡ് ഹൈഡ്രജനുമാണ് ഉണ്ടാകുന്നത്. മെഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ് മെഗ്നീഷ്യം ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ. ഇതിൽ റിയാക്ടൻസ് ഏത്, പ്രോഡക്ട്സ് ഏത്? ഈ ഗീസിന് ഇപ്പുറം കിടക്കുന്നത്, ഇതിന് ഇപ്പുറത്തോട്ടുള്ളതല്ല റിയാക്ടൻസ്, ഇപ്പുറം വരുന്നത് എന്തോന്നാണ്, പ്രോഡക്ട്സ്. അപ്പൊ മെഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോഴത്തേക്ക് മെഗ്നീഷ്യം ക്ലോറൈഡ് ഹൈഡ്രജനും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ സൈഡിൽ ഗീസിന് ഇപ്പുറം വരുന്നതല്ല റിയാക്ടൻസ്, അപ്പുറം വരുന്നതല്ല പ്രോഡക്ട്സ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത എക്സ്പെരിമെന്റ്, കളക്ട് ദ ഹൈഡ്രജൻ ഗ്യാസ് ഒബ്റ്റൈൻഡ് ഇൻ ദിസ് എക്സ്പെരിമെന്റ് ഇൻ ടു അനദർ മോക്സ്ചർ ഫ്രീ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഇൻട്രൊഡ്യൂസ് എ ബോണിംഗ് സ്റ്റിക്ക് ടു ഇറ്റ്, റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. അതായത് ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് ലഭിച്ചില്ലേ, ഹൈഡ്രജനെ ഈർപ്പരഹിതമായ മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ ശേഖരിച്ച് ഇതിലേക്ക് കത്തുന്ന ഒരു ചന്ദനത്തിരി കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും, നിരീക്ഷിച്ച് നിങ്ങൾ എന്താണെന്നുള്ളത് എഴുതാനാണ്. അപ്പൊ എന്ത് സംഭവിക്കും, when hydrogen gas is tested with a burning incense stick at the mouth of the test tube, it burns with a pop sound and water drops from on the side of the ട്യൂബ്. അപ്പൊ എന്താണ്, ഹൈഡ്രജൻ വാതകം നിറച്ച് ആ ടെസ്റ്റ് ട്യൂബിന്റെ പുറത്തായിട്ട് ഒരു ചന്ദനത്തിരി കത്തിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് പോപ്പ് എന്നുള്ള സൗണ്ടോട് കൂടി കത്തും. കാര്യം എന്താണ്, അത് ഹൈഡ്രജൻ ആയതുകൊണ്ട്. കൂടാതെ ആ ടെസ്റ്റ് ട്യൂബിന്റെ വശങ്ങളിൽ വെള്ളത്തുള്ളികളും കാണാൻ കഴിയും. അതാണ് അതിന്റെ ഒബ്സർവേഷൻ. What do you understand from the presence of water droplets on the sides of the test tube? ഈ പരീക്ഷണത്തിൽ ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബിൽ ശേഖരിച്ച ഹൈഡ്രജൻ, അപ്പൊ ഈ ടെസ്റ്റ് ട്യൂബിലെ വശങ്ങളിലെ ജലത്തുള്ളികളുടെ സാന്നിധ്യത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ പ്രസൻസ് ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഓൺ ദ സൈഡ്സ് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഇൻ ദിസ് എക്സ്പെരിമെന്റ് ഹൈഡ്രജൻ കളക്റ്റഡ് ഇൻ ദ ഡ്രൈ ടെസ്റ്റ് ട്യൂബ് റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ. അതായത് ഈ പരീക്ഷണത്തിൽ ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബിൽ ശേഖരിച്ച ഹൈഡ്രജൻ അതിനകത്തുള്ള ഓക്സിജനുമായി പ്രവർത്തിച്ച് എന്തായി മാറുകയാണ് ചെയ്യുന്നത്, ജലം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ടെസ്റ്റ് ട്യൂബിന്റെ വശങ്ങളിൽ ജലത്തുള്ളികൾ കണ്ടതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, ഈ എക്സ്പെരിമെന്റിൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ നേരത്തെ കിട്ടിയ ഹൈഡ്രജനെ ശേഖരിച്ചു വെച്ചിട്ട് അതിന്റെ മുകളിലായിട്ട് ഒരു ഇൻസ്റ്റൻസ് സ്റ്റിക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക്, കത്തിച്ച ഒരു ഇൻസ്റ്റൻസ് സ്റ്റിക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അത് പോപ്പ് എന്നുള്ള സൗണ്ടോട് കൂടി കത്തുകയും അതിനകത്ത് ജലത്തുള്ളികൾ ഉണ്ടാവുകയും
വെള്ളത്തുള്ളികൾ ഉണ്ടാവുകയും ചെയ്യുന്നു. കാര്യം എന്തോന്നാണ്, ഈ ഹൈഡ്രജൻ അതിനുള്ളിലെ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് ജലം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മനസ്സിലായ? ടെസ്റ്റ് ട്യൂബിന്റെ വശങ്ങളിൽ ജലത്തുള്ളികളുടെ സാന്നിധ്യത്തിൽ നിന്ന് മനസ്സിലാവുന്ന എന്തോന്നാണ്, ഈ പരീക്ഷണത്തിൽ ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബിൽ ശേഖരിച്ച ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ച് ജലം ഉണ്ടാകുന്നു. എന്തോന്നാണ്, ഹൈഡ്രജൻ കളക്റ്റഡ് ഇൻ ദ ഡ്രൈ ടെസ്റ്റ് ട്യൂബ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ. നോക്കാം, ഹൈഡ്രജൻ ഓക്സിജനുമായി ചേർന്ന് എന്താണ് ഉണ്ടാവുന്നത്, വാട്ടർ ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്തതാ രണ്ട് കൊടുത്തിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തോന്നാണ്, ആദ്യത്തെ ആരാണ്, ഹെൻറി കാവൻഡിഷ്. Henry Cavendish proved that water is a substance made up of more than one element. His experiment of burning hydrogen gas in the presence of oxygen helped to know about the components of water. എന്താണ് പറഞ്ഞത് ഹെൻറി കാവൻഡിഷ്? ജലം എന്ന് പറയുന്നത് ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് തെളിയിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ വാതകത്തെ ഓക്സിജനിൽ ജ്വലിപ്പിച്ച് നടത്തിയ പരീക്ഷണമായിരുന്നു ജലത്തിന്റെ ഘടകങ്ങളെ കുറിച്ചുള്ള അറിവിലേക്ക് ശാസ്ത്രലോകത്തെ നയിച്ചത്. അപ്പം ജലം എന്ന് പറയുന്നത് ഒരു ഘടകമല്ല, ഒന്നിൽ കൂടുതൽ ഘടകങ്ങൾ ചേർന്നതാണ് എന്ന് ആര് തെളിയിച്ചു? ഹെൻറി കാവൻഡിഷ് തെളിയിച്ചു. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത് സർ ഹംഫ്രി ഡേവി എന്താണ് പറഞ്ഞു നോക്കാം. ഹംഫ്രി ഡേവി എന്താണ് പറഞ്ഞത്? ഇൻ 1806 സർ Humphrey Davy discovered that water could be split into the hydrogen and oxygen by passing electricity through it. 1806 സർ ഹംഫ്രി ഡേവി ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് അതിനെന്തോന്നൊക്കെ ആക്കി മാറ്റി വിഘടിപ്പിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിപ്പിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തി. ആര്? സർ ഹംഫ്രി ഡേവി. മറ്റേ ആൾ പറഞ്ഞ എന്തോന്നാണ്, ഹൈഡ്രജൻ ജലം എന്ന് പറയുന്നത് ഏതൊക്കെ ചേരുന്നതാണ്? ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണ് ജലം എന്ന് ഇദ്ദേഹം പറഞ്ഞത് എന്തോന്നാണ്, ജലത്തിനെ വിഘടിപ്പിച്ച് ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ജലത്തിനെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിപ്പിക്കാൻ കഴിയുമെന്ന് ആര് പറഞ്ഞു? സർ ഹംഫ്രി ഡേവി പറഞ്ഞു. രണ്ടുപേരും പറഞ്ഞത് ഏകദേശം ഒരേ ആശയമാണ് അല്ലേ? നോക്കൂ, വിച്ച് ആർ ദ സബ്സ്റ്റൻസസ് ഒബ്റ്റൈൻഡ് വെൻ വാട്ടർ ഈസ് ഡിസോസിയേറ്റഡ്. ജലത്തെ വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനും. അത് നമുക്കറിയാം. ക്യാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഫർദർ സ്പ്ലിറ്റ് ഇൻ ടു കമ്പോണൻസ്. ഹൈഡ്രജനെയും ഓക്സിജനെയും ഇനി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ? അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടാണ് ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്തത് ആറ്റം. എന്താണ് ആറ്റം എന്ന് പറഞ്ഞാൽ, വി ഹാവ് ലേൺഡ് ദാറ്റ് മോളിക്യൂൾസ് ആർ ദ സ്മാളസ്റ്റ് പാർട്ടിക്കിൾസ് ഒബ്റ്റൈൻഡ് ബൈ ഡിസോസിയേറ്റിംഗ് വേരിയസ് സബ്സ്റ്റൻസസ് ഹാവിംഗ് ദെയർ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ്. അതായത് പദാർത്ഥങ്ങളെ വിഭജിക്കുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങൾ ഉള്ളതുമായ ഏറ്റവും ചെറുതുമായ കണങ്ങളാണ് തന്മാത്രകൾ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ തന്മാത്രകൾ എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിനെ വിഭജിക്കുമ്പോൾ കിട്ടുന്ന അടിസ്ഥാന ഗുണങ്ങളുള്ള ഏറ്റവും ചെറുതായ കണങ്ങളാണ്, ചെറിയ കണങ്ങൾക്കാണ് തന്മാത്രകൾ എന്ന് പറയുന്നത്. വാട്ട് ഈസ് മോളിക്യൂൾസ് ആർ സ്പ്ലിറ്റ് അഗൈൻ. നമുക്ക് ഈ തന്മാത്രകളെ വീണ്ടും വിഭജിച്ചാലോ? ആറ്റംസ് ആർ ഒബ്റ്റൈൻഡ് വെൻ മോളിക്യൂൾസ് ആർ സ്പ്ലിറ്റ്. തന്മാത്രകളെ വിഭജിക്കുമ്പോൾ എന്തോന്ന് കിട്ടുന്നു? ആറ്റങ്ങൾ ലഭിക്കുന്നു. അപ്പൊ ആറ്റം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? The molecules of every substances are made up of minute atoms. All substances in the universe are made up of atoms. The word atom comes from the Greek word atoms, which means invisible. അപ്പോൾ തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. തന്മാത്രകളെക്കാളും ചെറുതാണ് ആറ്റങ്ങൾ എന്ന് പറയുന്നത്. മൈന്യൂട്ട് ആണ്, അത്രയ്ക്കും മൈന്യൂട്ടാണ്. തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. അപ്പൊ ദ വേർഡ് ആറ്റം കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ആറ്റമോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ആറ്റം എന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. വിച്ച് മീൻസ് ഇൻഡിവിസിബിൾ. ഇൻഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഡിവൈസ് ചെയ്യാൻ, അതിനെ ഡിവിസിബിൾ ആക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ അത്രയ്ക്കും മൈന്യൂട്ട് ആയിട്ടുള്ളതാണ് ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദ മോളിക്യൂൾസ് ഓഫ് എവരി സബ്സ്റ്റൻസ് ആർ മേഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് ആറ്റംസ്. ആൾ സബ്സ്റ്റൻസസ് ഇൻ യൂണിവേഴ്സ് ആർ മേഡ് അപ്പ് ഓഫ് ആറ്റംസ്. ഓക്കെ,
ഏത് വേർഡിൽ നിന്നാണ്? ഗ്രീക്ക് വേർഡായ ആറ്റമോസിൽ നിന്നാണ് ആറ്റംസ് എന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. ആറ്റമോസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ് അതിന്റെ അർത്ഥം? ഇൻഡിവിസിബിൾ എന്നാണ് അത് അർത്ഥം. ഓക്കെ, വിഭജിക്കാൻ കഴിയാത്ത എന്ന അർത്ഥമുള്ള ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന പദം ഉണ്ടായിട്ടുള്ളത്. Demonstrated that all matter is made up of indivisible particles called atoms. അപ്പോൾ ഡെമോക്രിറ്റസ് പറഞ്ഞ എന്താണ്? all matter is made up of indivisible particles called atoms. എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മകണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. എന്താണ്? എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മകണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് ആര് പറഞ്ഞു? ഡെമോക്രാറ്റിസ് പറഞ്ഞു. അപ്പോൾ ആറ്റത്തിന്റെ ഒരു ഡെഫിനിഷൻ അങ്ങനെ പറയാം. ആൾ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കാൾഡ് ആറ്റംസ്. പിന്നെ വിഭജിക്കാൻ കഴിയാത്ത സൂക്ഷ്മ കണങ്ങളാണ് ആറ്റങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് ആര് പറഞ്ഞു? ഡെമോക്രിറ്റസ് പറഞ്ഞു. In 1807, John Dalton proposed the atomic theory to explain the nature of atom. അപ്പോൾ ആറ്റത്തിന്റെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതിനായി 1807 ജോൺ ഡാൾട്ടൺ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. എന്തോന്നാണ് അറ്റോമിക് തിയറി? ആര് കൊണ്ടുവന്ന്? ജോൺ ഡാൾട്ടൺ കൊണ്ടുവന്നു. വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് തിയറീസ് ഈസ് മെയ്ഡ് മോഡേൺ കെമിസ്ട്രി. മോഡേൺ കെമിസ്ട്രിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഏതെന്ന് പറയുന്നത്? അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. ദ ഐഡിയാസ് ഫോർവേഡഡ് ബൈ ഡാൾട്ടൺ ആർ ഗിവൺ ബിലോ. അപ്പൊ എന്തോന്ന്? ആധുനിക രസായനത്തിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് ആറ്റം സിദ്ധാന്തം എന്ന് പറയുന്നത്. ആരാണ് കൊണ്ടുവന്നത്? ജോൺ ഡാൾട്ടൺ ആണ് കൊണ്ടുവന്നത്. അപ്പൊ ജോൺ ഡാൾട്ടൺ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എന്താണ് ഫസ്റ്റ് കാര്യം? ആൾ മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കാൾഡ് ആറ്റം. ഒന്നാമത് എന്തോന്നാണ്? എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഓക്കെ, പഠിക്കാമല്ലോ, ഈസി അല്ലേ? ആൾ മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കാൾഡ് ആറ്റം. ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണ്. An atom is a smallest particle that can participate in chemical reaction. രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്തോന്നാണ്? രണ്ടാമത്തത് an atom is the smallest particle that can participate in chemical reaction. കെമിക്കൽ റിയാക്ഷൻസ്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ എന്തോന്നാണ്? ആൻ ആറ്റം കനോട്ട് ബി ഡിവൈഡഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധ്യമല്ല. ആൻ ആറ്റം കനോട്ട് ബി ഡിവൈഡഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻസ്. അടുത്തെന്തോന്നാണ്? ആൻ ആറ്റം കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. ഒരു ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഓക്കെ, അടുത്തത് ആൾ ആറ്റംസ് ഓഫ് ആൻ എലമെന്റ് ആർ ഓഫ് ദ സെയിം സൈസ്, പ്രോപ്പർട്ടി ആൻഡ് മാസ്. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം വലിപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെ ആയിരിക്കും. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം അതിന്റെ വലിപ്പത്തിലും ഗുണത്തിലും മാസിലും എല്ലാം ഒരുപോലെ ആയിരിക്കും. ആറ്റംസ് ഓഫ് ഡിഫറെന്റ് എലിമെന്റ്സ് ഡിഫറെന്റ് ഇൻ ദെയർ സൈസ്, പ്രോപ്പർട്ടി ആൻഡ് മാസ്. വ്യത്യസ്തമായിട്ടുള്ള മൂലകങ്ങളിലാണെങ്കിൽ ആറ്റത്തിന്റെ വലിപ്പത്തിലും ഗുണത്തിലും മാസിലും വ്യത്യാസം ഉള്ളതായിരിക്കും. ഓക്കെ, വ്യത്യസ്ത മൂലകങ്ങൾ ഇപ്പോൾ ഹൈഡ്രജൻ എടുത്താൽ ഹൈഡ്രജൻ ഓക്സിജൻ എടുക്കുമ്പോഴത്തേക്ക് അതിന് രണ്ടിൻ്റെയും എലമെന്റ്സ് ആറ്റത്തിൽ വ്യത്യാസമുണ്ടാകും. എന്നാൽ ഒരേ കണക്കുള്ള മൂലകമാണ് എടുക്കുന്നതെങ്കിൽ ആറ്റംസ് എല്ലാം സെയിം സൈസും പ്രോപ്പർട്ടിയും മാസും ഒക്കെ ഒരുപോലെ ആയിരിക്കും. ഓക്കെ, ഇത്രയും പഠിക്കണം. അടുത്തത്, you know that a water molecule is made up of 2 atoms of hydrogen and 1 atom of oxygen. എന്താണ് വാട്ടർ എന്ന് പറയുന്നത്? വാട്ടർ മോളിക്യൂൾസ് എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്?
ടു ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ, ഹൈഡ്രജന്റെ 2 ആറ്റവും ഓക്സിജന്റെ ഒരാറ്റം, വൺ ഓഫ് ദ ഓക്സിജൻ. എങ്ങനെയാണ് എഴുതണത്? H2O എന്നല്ലേ എഴുതണത്? വാട്ടർ H2O എന്നല്ലേ എഴുതണത്. അപ്പോൾ ഹൈഡ്രജന്റെ എത്ര ആറ്റം വരും? ഹൈഡ്രജന്റെ 2 ആറ്റം, ഓക്സിജന്റെ ഒരാറ്റം. ഓക്കെ, ഹൈഡ്രജന്റെ 2 ആറ്റവും ഓക്സിജന്റെ ഒരാറ്റവും ചേർന്ന തന്മാത്ര ജലതന്മാത്ര. അങ്ങനെയാണ് ജലതന്മാത്ര രൂപപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഇതാ തന്നിട്ടുണ്ട് കുറച്ച് മോളിക്യൂൾസും ആറ്റംസ് ഇൻ മോളിക്യൂൾസ്. തന്മാത്രയും ഒരു തന്മാത്രയിലെ ആറ്റങ്ങളും എങ്ങനെയെന്ന് തന്നിട്ടുണ്ട്. അമോണിയ എന്ന് പറയുമ്പോഴത്തേക്ക് 1 ആറ്റം ഓഫ് നൈട്രജൻ, 3 ആറ്റം ഓഫ് ഹൈഡ്രജൻ. 1 ആറ്റം ഓഫ് നൈട്രജൻ, 3 ആറ്റം ഓഫ് ഹൈഡ്രജൻ. അപ്പൊ എങ്ങനെ എഴുതാം? NH3. അടുത്ത് ഓക്സിജൻ ആണെങ്കിൽ 2 ആറ്റം ഓഫ് ഓക്സിജൻ, O2. അടുത്ത് ക്ലോറിൻ, 2 ആറ്റം ഓഫ് ക്ലോറിൻ, Cl2. ക്ലോറിൻ, 2 ആറ്റം ഓഫ് ക്ലോറിൻ. അങ്ങനെയെങ്കിൽ മീഥേൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? 1 ആറ്റം ഓഫ് കാർബൺ, 4 ആറ്റം ഓഫ് ഹൈഡ്രജൻ. 1 ആറ്റം ഓഫ് കാർബൺ, കാർബൺ C, 4 ആറ്റം ഓഫ് ഹൈഡ്രജൻ, ഹൈഡ്രജൻ 4 CH4 എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? മീഥേൻ. ഓക്കെ, അടുത്ത് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 2 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ, ഹൈഡ്രജന്റെ 2 ആറ്റം. അപ്പൊ അങ്ങനെ എഴുതാം, നമുക്ക് H2 എന്ന് എഴുതാം അല്ലേ. കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ 1 ആറ്റം ഓഫ് കാർബൺ, 2 ആറ്റം ഓഫ് ഓക്സിജൻ. 1 ആറ്റം ഓഫ് കാർബൺ, 2 ആറ്റം ഓഫ് ഓക്സിജൻ, ഓക്സിജന്റെ 2 ആറ്റം. എങ്ങനെ പറയും? CO2, കാർബൺ ഡയോക്സൈഡ്, CO2. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ അമോണിയ എന്ന് പറയുമ്പോഴത്തേക്ക് നൈട്രജന്റെ ഒരാറ്റവും ഹൈഡ്രജന്റെ 3 ആറ്റവും ചേർന്നതാണ് അമോണിയ എന്ന് പറയുന്നത്. ഓക്സിജൻ എന്ന് പറയുന്നത് ഓക്സിജന്റെ 2 ആറ്റങ്ങൾ ചേർന്നതാണ്. ക്ലോറിൻ എന്ന് പറയുന്നത് ക്ലോറിന്റെ 2 ആറ്റങ്ങൾ ചേർന്നതാണ്. മീഥേൻ എന്ന് പറയുന്നത് കാർബണിന്റെ ഒരാറ്റവും ഹൈഡ്രജന്റെ 4 ആറ്റവും ചേർന്നതാണ്. പിന്നെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ 2 ആറ്റങ്ങൾ ചേർന്നതാണ്. കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് കാർബണിന്റെ ഒരാറ്റവും ഓക്സിജന്റെ 2 ആറ്റവും. അമോണിയ NH3 എന്ന് എഴുതാം. ഓക്സിജന്റെ 2 ആറ്റം ആകുമ്പോൾ O2, ക്ലോറിന് 2 ആറ്റം Cl2, മീഥേൻ കാർബണിന്റെ ഒരാറ്റവും ഹൈഡ്രജന്റെ 4 ആറ്റവും, ഹൈഡ്രജൻ H2, 2 ആറ്റം ഓഫ് ഹൈഡ്രജൻ, കാർബൺ ഡയോക്സൈഡ് കാർബൺ 1, ഓക്സിജൻ 2. ഓക്കെ, CO2. ക്ലിയർ ആയോ? ഇതൊക്കെ പഠിക്കണേ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്ത് നോക്ക്, വിച്ച് മോളിക്യൂൾസ് ഇൻ ദ ടേബിൾ കൺസിസ്റ്റ് ഓഫ് ദ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ്. നമ്മളിപ്പോൾ നോക്കിയ ടേബിളിൽ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ഏതിനൊക്കെയാണ്? സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് എന്ന് ഏതിനൊക്കെയാണ്? നമുക്ക് ഇതിൽ നോക്കുമ്പോൾ അറിയാം ഏതിനൊക്കെയാണ് സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ്. ഓക്സിജൻ വരണുണ്ട്, O2. ക്ലോറിൻ വരണുണ്ട്, Cl2. ഹൈഡ്രജൻ വരണുണ്ട്, H2. ഓക്കെ, അപ്പൊ ഏതൊക്കെ പറയാം നമുക്ക്? ഓക്സിജൻ, കാർബൺ, ഏതൊക്കെ പറയാം നമുക്ക്? ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ. വിച്ച് മോളിക്യൂൾസ് ഇൻ ദ ടേബിൾ കൺസിസ്റ്റ് ഓഫ് സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ് ഏതാണ്? ഒന്നാമത്തത് ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ്. അടുത്ത പട്ടികയിൽ ഒരേ ഇനം ആറ്റങ്ങൾ മാത്രം അടങ്ങിയ തന്മാത്രകൾ ഏതെല്ലാം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? വിച്ച് ഓഫ് ദീസ് മോളിക്യൂൾസ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആറ്റംസ്. വ്യത്യസ്ത ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്ന തന്മാത്രകൾ ഏതൊക്കെയാണ്? ബാക്കി നമുക്ക് അതിൽ നോക്കാം ഏതൊക്കെയാണ്. ബാക്കി ഏതുണ്ട്? അമോണിയ ഉണ്ട്, 2 വ്യത്യസ്തമായിട്ടുള്ള നൈട്രജനും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്. പിന്നെ മീഥേൻ ഉണ്ട്, കാർബൺ ഉണ്ട് ഹൈഡ്രജനും ചേർന്ന് പറഞ്ഞ. കാർബൺ ഡയോക്സൈഡ്, കാർബണും ഓക്സിജനും. അപ്പൊ നമുക്ക് ഏതൊക്കെ പറയാം? അമോണിയ, മീഥേൻ, കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, ക്ലിയർ ആയോ? അമോണിയ, മീഥേൻ, കാർബൺ ഡയോക്സൈഡ്, അത് വ്യത്യസ്തമായ തന്മാത്രകൾ ചേർന്നിട്ടുള്ളത്. ഒരേ തന്മാത്രകൾ ചേർന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ. ഓക്കെ, മോളിക്യൂൾസ് സെയിം ആയിട്ടുള്ളതും ഡിഫറെന്റ് ആയിട്ടുള്ളതും. അടുത്തത് ഇവിടെ തന്നിട്ടുണ്ട്. എലമെന്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസസ് മെയ്ഡ് അപ്പ് ഓഫ് ദ സെയിം ടൈപ്പ് ഓഫ് ആറ്റം. ദേ കനോട്ട് ബി ഫർദർ ഡിവൈഡഡ് ഇൻടു കോമ്പണന്റ്സ് ത്രൂ കെമിക്കൽ റിയാക്ഷൻസ്. ഒരേ ഇന ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധ
പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇവയെ രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയില്ല. അപ്പോൾ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? Elements are the pure substances made up of the same type of atoms. Elements. Okay. They cannot be further divided into components through the chemical reactions. ഒരേ ഇന ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇവയെ രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയില്ല. അടുത്തിനി കോമ്പൗണ്ട്സ്. എലമെന്റ്സ് ആയി അടുത്ത് കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാനുള്ളതാണ്. കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? കോമ്പൗണ്ട്സ് ആർ പ്യൂർ സബ്സ്റ്റൻസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് ഓഫ് 2 or more എലമെന്റ്സ് ഇൻ എ ഫിക്സഡ് റേഷ്യോ. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ പ്രവർത്തനത്തിലൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന ശുദ്ധ പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. ഇവയെ രാസപ്രവർത്തനത്തിലൂടെ ഘടക മൂലകങ്ങളാക്കി മാറ്റാൻ കഴിയും. These can be dissociated into constituent elements through chemical reactions. Okay. അപ്പോൾ എലമെന്റ്സ് എന്താണെന്നും കോമ്പൗണ്ട്സ് എന്താണെന്നും മനസ്സിലായോ? എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരേ ഇന ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അവ എന്തോന്നാണ്? നമുക്ക് പിന്നെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ പറ്റില്ല. ഒരേ ഇന ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ അഥവാ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിനൊക്കെ ഏതിന്? എലമെന്റ്സിന് എക്സാമ്പിൾ ആണ്. അടുത്ത് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിലൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന ശുദ്ധ പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. അവയിൽ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്നിട്ടുണ്ടാവും. അമോണിയ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നോക്ക്. അമോണിയ NH3 എന്നുള്ളത് അതിൽ അതിലധികമോ മൂലകങ്ങൾ ചേർന്നിട്ടുണ്ട്. നൈട്രജനും ഹൈഡ്രജനും ചേർന്നാണ് വന്നിരിക്കുന്നത്. അതൊരു കോമ്പൗണ്ട് ആണ്. ഓക്കെ, മനസ്സിലായോ? അമോണിയ എന്ന് പറയുന്നത് NH3 എന്നാണ് നമ്മൾ എഴുതുന്നത്. അതില് എന്തോന്നാണ്? NH3 എന്നാണ് നമ്മൾ അമോണിയ എഴുതുന്നത്. നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നൈട്രജന്റെ ഒരാറ്റവും ഹൈഡ്രജന്റെ 3 ആറ്റവും ചേർന്ന്. അപ്പോൾ രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിലൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന ശുദ്ധ പദാർത്ഥങ്ങൾക്കാണ് എന്തോന്ന് പറയുന്നത്? സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ മൂലകങ്ങൾ എന്താണെന്നും സംയുക്തങ്ങൾ എന്താണെന്നും പറഞ്ഞു. എലമെന്റ്സും എന്തോന്നാണെന്നും കോമ്പൗണ്ട്സ് എന്താണെന്നും പറഞ്ഞു. ഇനി അടുത്തതാ കുറച്ച് ഇത് തന്നിട്ടുണ്ട്. എലമെന്റ്സും കോമ്പൗണ്ട്സും തന്നിട്ടുണ്ട്. കാറ്റഗറൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളടുത്ത് തിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്സിജൻ, വാട്ടർ, സാൾട്ട്, ഷുഗർ, കാർബൺ, നൈട്രജൻ, കാർബൺ ഡയോക്സൈഡ്, അമോണിയ, മഗ്നീഷ്യം ഓക്സൈഡ്. ഇതില് എലമെന്റ്സ് ഏതൊക്കെയാണ്? ഓക്സിജൻ, പിന്നെ ഏതാണ്? കാർബൺ, പിന്നെ നൈട്രജൻ. 3 എണ്ണമാണ് എലമെന്റ്സിൽ വരുന്നത്. ബാക്കിയൊക്കെ കോമ്പൗണ്ട്സിൽ വരുന്നതാണ്. ഇത് കോമ്പൗണ്ട്സിൽ വരുന്നതാണ്. വാട്ടർ, സാൾട്ട് കോമ്പൗണ്ട്സിൽ വരുന്നതാണ്. ഷുഗർ കോമ്പൗണ്ട്സിൽ വരുന്നതാണ്. കാർബൺ ഡയോക്സൈഡ് കോമ്പൗണ്ട്സിൽ വരുന്നതാണ്. അമോണിയ കോമ്പൗണ്ട്സിൽ വരുന്നതാണ്. മഗ്നീഷ്യം ഓക്സൈഡ് കോമ്പൗണ്ട്സിൽ വരുന്നത്. വാട്ടർ എന്ന് പറയുമ്പോൾ H2O, ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വരുന്നത്. പിന്നെ ഉപ്പ് എന്ന് പറയുന്നത്, സാൾട്ട് എന്ന് പറയുന്നത്, കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത് CO2, കാർബണും ഓക്സിജനും ചേർന്ന് വരുന്നത്. അമോണിയ നമ്മൾ പഠിച്ചായിരുന്നു, NH3, നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് വരുന്നത്. മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുമ്പോൾ മഗ്നീഷ്യവും ഓക്സിജനും ചേർന്ന് വരുന്നതാണ് മഗ്നീഷ്യം ഓക്സൈഡ്. അപ്പോൾ കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് 2ൽ കൂടുതൽ എലമെന്റ്സ് ചേർന്ന് വരുന്നതാണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. മറ്റേ എലമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആറ്റം, ഒരേ ഇന ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായതാണ് എന്തോന്ന് പറയുന്നത്? എലമെന്റ്സ് എന്ന് പറയുന്നത്. രണ്ടോ അതിലധികം മൂലകങ്ങളുടെ ആറ്റങ്ങൾ ചേർന്ന് വരുന്നതാണ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് നോക്കിയിട്ട് വരാം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന്. അതിൽ പഠിക്കാനുള്ളത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, നല്ലോണം പഠിക്കാൻ വേണം. ആദ്യത്തത് നമ്മൾ പഠിച്ച മോളിക്യൂൾസ് എന്താണെന്നുള്ളത്. മോളിക്യൂൾസ് ആർ ദ സ്മാളസ്റ്റ് ഇൻഡിപെൻഡന്റ് ആൻഡ് സ്റ്റേബിൾ പാർട്ടിക്കിൾസ് ദാറ്റ് ഹാവ് ആൾ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസ്. അത് കഴിഞ്ഞിട്ട് ഒരു
എക്സ്പെരിമെന്റ് പഠിച്ചായിരുന്നു. എന്തോന്നാണ് മെഗ്നീഷ്യം റിബൺ കത്തിക്കുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. മെഗ്നീഷ്യം റിബൺ കത്തുമ്പോഴത്തേക്ക് എന്തോന്നാണ് ഒരു ബ്രൈറ്റ് ഫ്ലെയിം ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു വൈറ്റ് പൗഡറും കൂടെ ഉണ്ടാവും. ആ വൈറ്റ് പൗഡറിന് കാരണം എന്താണ്? മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ആ വൈറ്റ് പൊടിക്ക് കാരണമായിട്ട് വരുന്നത് മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ഓക്കെ, അടുത്ത എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് എന്തോന്നാണ്? അടുത്ത ടേക്ക് സം ഷുഗർ ഒരു ഡ്രൈ ബൗളിംഗ് ട്യൂബിൽ എടുക്കാനാണ്. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എന്തോന്ന് ഒരു കോട്ടൺ വെച്ച് അടയ്ക്കുക. എന്നിട്ട് അതിനെ ചൂടാക്കുമ്പോഴത്തേക്ക് എന്തോന്ന് സംഭവിക്കുന്നുണ്ട്? ബ്ലാക്ക് സബ്സ്റ്റൻസിൽ ഇൻ ദ ബോയിലിംഗ് ട്യൂബ്, അതിൻ്റെ അടിഭാഗത്ത് ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് ഉണ്ടാകുന്നു. പിന്നെ വാട്ടർ ഡ്രോപ്പും അതിൻ്റെ സൈഡിൽ ഉണ്ടാകുന്നുണ്ട്. ഈ ബ്ലാക്ക് സബ്സ്റ്റൻസിന് കാരണം എന്തോന്നാണ്? കാർബൺ ആണ്. ഓക്കെ, അടുത്ത് പറഞ്ഞ എന്തോന്നാണ്? സം ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതിലൂടെ മെഗ്നീഷ്യം കൂടെ ആഡ് ചെയ്യും. മെഗ്നീഷ്യത്തിന്റെ ഒരു പീസ് കൂടെ ഇടുമ്പോഴത്തേക്ക് എന്തോന്ന് സംഭവിക്കുന്നു? ഗ്യാസ് ബേൺസ്, ഒരു ഗ്യാസ് ഉണ്ടാവുകയും അത് പോപ്പ് സൗണ്ടോട് കൂടി കത്തുന്നു. അതിന്റെ ആ ടെസ്റ്റ് ട്യൂബിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ചന്ദനത്തിരി കൊണ്ടുവരുമ്പോഴത്തേക്ക് അതൊരു പോപ്പ് സൗണ്ടോട് കൂടി കത്തുന്നു. ഈ പോപ്പ് സൗണ്ടിന് കാരണം എന്തോന്നാണ്? അവിടെ ഏത് വാതകമാണ് ഉണ്ടാകുന്നത്? ഹൈഡ്രജൻ എന്ന വാതകമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ വശങ്ങളിൽ ജലത്തുള്ളികളും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, മെഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേരുമ്പോൾ മെഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും ആണ് ഉണ്ടാകുന്നത്. ഈക്വേഷനും പഠിക്കണം. പിന്നെ അടുത്തൊരു എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ, നേരത്തെ കിട്ടിയ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ആ ഹൈഡ്രജനെ വേറൊരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. അതിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ചന്ദനത്തിരി കൊണ്ടു പോകുമ്പോഴത്തേക്ക് അത് ഒരു പോപ്പ് സൗണ്ടോട് കൂടി കത്തുകയും അതിന്റെ സൈഡുകളിൽ എന്തോന്ന് വാട്ടർ ഡ്രോപ്സ് ഉണ്ടാവുകയും ചെയ്യുന്നു. കാരണം എന്തോന്നാണ്? ഹൈഡ്രജൻ വാതകം ആയതുകൊണ്ടാണ് ആ പോപ്പ് സൗണ്ടോട് കൂടി അത് കത്തിയത്. ഓക്കെ, ഇനി ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോഴത്തേക്ക് വാട്ടർ ഉണ്ടാവുന്നെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ ഹെൻറി കാവൻഡിഷും പറഞ്ഞ കാര്യം എന്തോന്നാണ്? ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന ഒരു പദാർത്ഥമാണെന്ന് ഹെൻറി കാവൻഡിഷ് പറഞ്ഞു. അതേ കണക്ക് തന്നെയാണ് സർ ഹംഫ്രി ഡേവി പറഞ്ഞത്. അത് തിരിച്ചൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകും എന്ന് പറഞ്ഞു. വൈദ്യുതി പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത വാട്ടറിലെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനും ആണ്. അടുത്ത ആറ്റം എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണ് ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ആറ്റ സിദ്ധാന്തം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതത്രയും പഠിക്കണം. അത് കഴിഞ്ഞിട്ട് മോളിക്യൂൾസും ഓരോ മോളിക്യൂളിൽ അടങ്ങിയിരിക്കുന്ന ആറ്റംസിന്റെ ഇത് തന്നിട്ടുണ്ട്, അതും പഠിക്കണം. പിന്നെ അടുത്ത് എന്താണ് എലമെന്റ്സ് എന്ന്, എന്താണ് കോമ്പൗണ്ട്സ് എന്നും പറഞ്ഞ് അതിന് എക്സാമ്പിൾസും പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിക്കാനാണ്, എലമെന്റ്സ് കോമ്പൗണ്ട്സും വേർതിരിച്ച് എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു.